ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ വിഷുവിന് പോലും ഒന്നും വിഷ് ചെയ്യാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ല. നിങ്ങളെ ഒന്ന് വിഷ് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല കേട്ടോ. ഇപ്പം എല്ലാവരും ക്ഷമിക്കുക. പിന്നെ കുറേ പേര് വാട്സാപ്പ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള വീഡിയോകളിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്, എന്താണ് ലോങ് വീഡിയോസ് വരാത്തത്, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടയ്ക്ക് 1-2 വീഡിയോ ഇട്ടിരുന്നു കേട്ടോ ഇതിനിടയിൽ. അപ്പോൾ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വേദന സഹിക്കാൻ പറ്റാതിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഇപ്പോൾ ഒരു വിരൽ ഓക്കെ ആയിട്ടാണ്, 2 വിരലിനാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു വിരൽ ഓക്കെ ആയിട്ടുണ്ട്, ഇനി ഈ ഒരു വിരലും കൂടി ഓക്കെ ആവാനുണ്ട്. ഇവിടെയാണ് സർജറി ചെയ്തത് കേട്ടോ. ഇവിടെ നല്ല പെയിൻ ഉണ്ട്, ഈ ഒരു വിരലിലേക്ക് നല്ല പെയിൻ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് സ്വെല്ലിങ് കൂടി വരും, ചെറുതായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു, ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് അടുത്ത ദിവസം വരും. അപ്പോൾ ഈ പെയിനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഫുൾ ടൈം നമ്മൾ ബെഡിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. എന്താണെന്ന് വെച്ചാൽ പെയിൻ കൂടുമ്പോൾ പെയിൻ ടോളറൻസ് കുറച്ച് കുറവാണ്. ഇപ്പോൾ നേരത്തെയൊക്കെ പെയിൻ ടോളറൻസ് നന്നായിട്ടുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് കുറച്ച് കുറവാണ്. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം. വീട്ടിലെ ജോലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കറി ഉണ്ടാക്കിയാൽ 2-3 ദിവസത്തേക്കൊക്കെ ഉള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നു. ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ പാത്രത്തിലാക്കി വെച്ചിട്ട് അത് ആ ഒരു ദിവസത്തേക്കുള്ള പാത്രം എടുത്ത് ചൂടാക്കുന്നു, ഡബിൾ ബോയിൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തു പോകുന്നത്. പിന്നെ വിഷുവൊക്കെ ആയതുകൊണ്ട് വിഷുവിൻ്റെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിയും മുട്ടിയും കറികളൊക്കെ ഉണ്ടാക്കലായിരുന്നു പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോവുമായിരുന്നു. അപ്പോൾ ഇനി മുതൽ വീഡിയോ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എങ്ങനെയുള്ള വീഡിയോകളാണ് കാണാൻ ആഗ്രഹം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ. പലരും പല രീതിയിലുള്ള വീഡിയോകളാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ചിലർ പറയുന്നുണ്ട്, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ, ചേച്ചി ലഞ്ച് വീഡിയോസ് ചെയ്യൂ, സ്നാക്സ് ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് ആണ് കൂടുതലായിട്ട് ചെയ്യേണ്ടതെന്നൊന്ന് പറയുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, നമുക്കൊരു Q&A വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ Q&A വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ അത് കൂടുതൽ പേര് കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് അതും കൂടി ഒന്ന് പരിഗണിച്ചോളൂ. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം, അതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ പറയാൻ പ്രത്യേകിച്ച് എല്ലാവരുടെയും വിഷുവൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. വിഷുവും ഈസ്റ്ററും റംസാനും എല്ലാം ഇതിനിടയിൽ കഴിഞ്ഞു പോയി. ഞാൻ ഒന്നിനും ആരെയും വിഷ് ചെയ്തില്ല സത്യത്തിൽ. അതാണ് സംഭവിച്ചത്. അപ്പോൾ അതിലാരും പരാതിയും പരിഭവവും ഒന്നും കാണിക്കരുത് കേട്ടോ. നമ്മുടെ ഫാമിലി കണ്ടിന്യൂ ചെയ്ത് പോയതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ എന്താ പറയുക, എല്ലാവരും ഇത്രയും ദിവസം വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കുറേ പേരുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് താങ്ക്സ്. ഇത്രയും പേര് ഇത്രയും ദിവസം തന്ന സപ്പോർട്ടും, ആ ഒരു ചേച്ചി സുഖമായിട്ട് വീഡിയോ ചെയ്താൽ മതി, കൈക്ക് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിശേഷമൊക്കെ അന്വേഷിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ എന്നെ അന്വേഷിക്കാൻ ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നേരിൽ വന്ന് പറയാതെ ഞാനൊരു വീഡിയോയുടെ ഇൻട്രോ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ചില ആളുകൾ നമ്മുടെ വിശേഷങ്ങൾ അറിയാനല്ലാതെ കുക്കിംഗ് റെസിപ്പി കാണാൻ മാത്രമായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസം മുതൽ നമ്മുടെ കുക്കിംഗ് റെസിപ്പീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.